LDC 2024 6-7 ഘട്ടങ്ങളിലേക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രിപ്പറേഷൻ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടോപ്പിക് വൈസ് ക്ലാസ്സസ് ആണ്. അതായത് ഓരോ ടോപ്പിക്കിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ്, ഒരു റിവിഷൻ ക്ലാസ്സാണിത്. നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓരോ ടോപ്പിക്കിലെയും ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം ഓരോ ടോപ്പിക്കും നമ്മൾ പഠിക്കുമ്പോൾ അതിനൊരു ജനറൽ റൂളും ഉണ്ടാകും, അതുപോലെ തന്നെ എക്സെപ്ഷണൽ റൂൾസും ഉണ്ടാകും. ഇവിടെ നമ്മൾ അങ്ങനെ എക്സെപ്ഷണൽ റൂൾസ് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് എടുത്തത്. കാരണം നമുക്ക് ഈ അവസാന നിമിഷം നമുക്ക് മിക്കവാറുള്ള എല്ലാവർക്കും ഓരോ ടോപ്പിക്കിൻ്റെയും ജനറൽ റൂൾസ് അറിയാം. എന്നാൽ നമ്മൾ വിട്ടുപോകുന്നത് ഇത്തരത്തിലുള്ള എക്സെപ്ഷണൽ റൂൾസ് ആയിരിക്കും ഓരോ ടോപ്പിക്കിൻ്റെയും. അത് ഗ്രാമറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളിവിടെ ഗ്രാമറും വൊക്കാബുലറിയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൊക്കാബുലറി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് അത്ര പരിചിതമാകാത്ത തരത്തിലുള്ള വാക്കുകൾ അതിനകത്ത് നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം PSC നമുക്ക് അത്ര അങ്ങോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ കഴിഞ്ഞ പരീക്ഷകൾ നോക്കുമ്പോൾ ഇച്ചിരി എളുപ്പമായിരുന്നു, ചിലപ്പോൾ നമുക്ക് ഇച്ചിരി ടഫാക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത്. നിങ്ങൾ ഇതിനോടകം തന്നെ ആവറേജ് ആയിട്ടുള്ള ഒരുമാതിരി വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ നിങ്ങൾ വിട്ടുപോകാൻ ചാൻസ് ഉള്ള ചില മേഖലകളുണ്ട് നമ്മൾ ഓരോ ടോപ്പിക്കിലും. അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് ഉദാഹരണമാണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കുക, നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്, നമുക്കറിയാമല്ലോ കോൺകോഡുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എന്ന് വെച്ചാൽ കോൺകോഡ് രണ്ടും ഒന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സബ്ജക്റ്റ് വെർബിൻ്റെ എഗ്രിമെൻറ്റ്. നമുക്കറിയാം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കും. ഇതാണ് ജനറൽ റൂൾസ് എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയുള്ള അല്ലാതെ എക്സെപ്ഷണൽ ആയിട്ടുള്ള റൂൾസും ഉണ്ട് ഈ പറയുന്ന ടോപ്പിക്കിൽ. ഇവിടെ നോക്കുക, എ ലോട്ട് ഓഫ് ദ കേക്ക്സ് ഡാഷ് ഓൾറെഡി ഈറ്റൻ. ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമുക്കറിയാം എ ലോട്ട് ഓഫ് വെച്ച് പറയുമ്പോൾ നമ്മൾ എന്തിനെയാണ് ആശ്രയിക്കേണ്ടത്? ഇവിടുത്തെ സബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താ? ഈ സബ്ജക്റ്റ് നോക്കുക, ഒരു ഫ്രേസ് ആണ്, എന്നുവെച്ചാൽ വാക്കുകളുടെ കൂട്ടമായിട്ട് നിൽക്കുകയാണ്, ഒരു സിംഗിൾ വേർഡ് അല്ല. എ ലോട്ട് ഓഫ് ദ കേക്ക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ ഒരു പ്രിപ്പോസിഷൻ ഉണ്ടാകും. ഇവിടെ ഓഫാണ് പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ പൊതുവേ, അതാണ് ജനറൽ റൂൾ. എന്താണ്? പൊതുവെ പ്രിപ്പോസിഷന് തൊട്ട് മുമ്പ് വന്നിരിക്കുന്നതിനെയായിരിക്കും നമ്മൾ ആശ്രയിക്കുക എപ്പോഴും. ഉദാഹരണത്തിന് വൺ ഓഫ് ദ ബോയ്സ്, അപ്പോൾ ആ വണ്ണിനെയാണ് നമ്മൾ ആശ്രയിക്കുക. എന്നിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. ബോത്ത് ഓഫ് യു എന്ന് പറയുമ്പോൾ ആ ബോത്തിനെ ആയിരിക്കും നമ്മൾ ആശ്രയിക്കുക. അതാണ് പൊതുവെ നമ്മൾ ചെയ്യാറുള്ളത്. എന്നാൽ എക്സെപ്ഷണൽ ആയിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ട്. ആ ഒരു സാഹചര്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എ ലോട്ട് ഓഫ് അല്ലെങ്കിൽ നൺ ഓഫ് എന്നൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സാധാരണ നമ്മൾ ഈ പ്രിപ്പോസിഷൻ തൊട്ട് മുമ്പുള്ള തന്നെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ എന്തിനെയായിരിക്കണം ആശ്രയിക്കേണ്ടത്? അതിന് ശേഷം വന്നിരിക്കുന്നതിനെ ആയിരിക്കണം ആശ്രയിക്കേണ്ടത്. ഇവിടുത്തെ എന്താണ്? ദ കേക്ക്സ് എന്നാണ്. ദ കേക്ക്സ് എന്ന് പറയുമ്പോൾ എന്താണത്? കൗണ്ടബിളുമാണ്, ഒപ്പം പ്ലൂറലുമാണ്. അപ്പോൾ ഈ എ ലോട്ട് ഓഫ് വരുന്ന സമയത്ത് ഇത്തരത്തിൽ ഓഫിന് ശേഷം വരുന്നതിനെയായിരിക്കണം നമ്മൾ ആശ്രയിക്കേണ്ടത്. ഇവിടെ കൗണ്ടബിളും പ്ലൂറലും ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്താവും? പ്ലൂറലായിട്ടുള്ള വെർബേ എഴുതാവും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? വാസ് ആയിരിക്കുമോ, ഈസ് ആയിരിക്കുമോ, വേർ ആയിരിക്കുമോ, ഹാസ് ബീൻ ആയിരിക്കും? നോക്കുമ്പോൾ ഇവിടെ പ്ലൂറലേ വരാവും. നമുക്ക് തന്നിരിക്കുന്നത് പ്ലൂറൽ ഏതൊക്കെയാ? നോക്കാം, വേറാണ്. വാസും ഈസും ഹാസ് ബീനും എന്താണ്? സിംഗുലറാണ്. സോ നമ്മളിവിടെ എഴുതേണ്ടത് എന്തായിരിക്കണം? വേർ ആയിരിക്കണം. ഇതാണ് കറക്റ്റ് ആൻസർ. ഇപ്പോൾ ഈ ദ കേക്ക്സിന് പകരം ഇവിടെ ടൈം ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മിൽക്ക് അൺകൗണ്ടബിൾ ആയിട്ടുള്ള വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എ ലോട്ട് ഓഫ് മിൽക്ക് എന്ന് പറയുമ്പോൾ അത് അൺകൗണ്ടബിൾ ആണ്. അത് അൺകൗണ്ടബിളിൻ്റെ പ്രത്യേകത എന്താ? സിംഗുലറോ പ്ലൂറലോ അങ്ങനെ നമ്മൾ കാണത്തില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും സിംഗുലർ ആയിട്ടുള്ള വെർബേ എഴുതാവും. അപ്പോൾ അവിടെ വാസായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. മിൽക്കിനെ കുറിച്ച് പറയും വാസോ ഈസോ നമുക്ക് എഴുതാം.
അല്ലെങ്കിൽ ഹാസ് ബീനും നമുക്ക് എഴുതാം അവിടുത്തെ ടെൻസിനനുസരിച്ച്. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എ ലോട്ട് ഓഫ് വന്നു കഴിഞ്ഞാൽ ഓഫിന് ശേഷം വരുന്നതിനെ ആശ്രയിച്ചായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നോക്കാം അടുത്തത് ആണ് നൺ ഓഫ് ദി ഇൻഫർമേഷൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എ ലോട്ട് ഓഫ് നൺ ഓഫ് ഒരേപോലെയാണ്. ഓഫിന് ശേഷം വന്നിരിക്കുന്നതിനെ ആശ്രയിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ നോക്കാം ഇൻഫർമേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇൻഫർമേഷൻ എന്താണ്? അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ അൺകൗണ്ടബിൾ ആയ സ്ഥിതിക്ക് നമ്മളിവിടെ സിംഗുലറെ ഉപയോഗിക്കാവും, സിംഗുലർ ഫോമേ ഉപയോഗിക്കാവും. ഇവിടെ നോക്കാം ആറും വേറും ഹാബീനും പ്ലൂറലാണ്. അപ്പോൾ അല്ലാത്തതാണ് ഈസ്. ഇത് കോൺകോഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക. ഇനി ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ഡാഷ് ഇൻക്രീസിങ്. ഇവിടെയും നോക്കാം ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആണല്ലോ. ഇവിടെ നോക്കുമ്പോൾ ഇതൊരു ഫ്രേസ് രൂപമാണ്, വാക്കുകളുടെ കൂട്ടമായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ പക്ഷേ പ്രിപ്പോസിഷൻ ഉണ്ട്, ഏതാ? ഓഫ്. ഇവിടെ നമ്മൾ എന്തിനായിരിക്കണം ആശ്രയിക്കേണ്ടത്? ഈ ഓഫിന് തൊട്ട് മുമ്പ് വന്നിരിക്കുന്നതായിരിക്കണം ആശ്രയിക്കേണ്ടത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ നമ്പർ എന്നാണ്. ദ നമ്പർ എന്നാണെങ്കിൽ ഇവിടെ സിംഗുലറും എ നമ്പർ എന്നായിരുന്നെങ്കിൽ പ്ലൂറലുമാണ്. ഓക്കെ, ദ നമ്പർ ഓഫ് എന്ന് പറയുമ്പോൾ സിംഗുലർ, എ നമ്പർ ഓഫ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ. ഇവിടെ എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലൂറൽ വന്നേനെ. എന്നാൽ ദ നമ്പർ ഓഫ് എന്ന് വന്ന സ്ഥിതിക്ക് നമ്മൾ സിംഗുലർ എഴുതാവും. അതുപോലെ തന്നെ ഗ്രൂപ്പും ദ ഗ്രൂപ്പ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ, എ ഗ്രൂപ്പ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ. ഓക്കെ, അപ്പം ദ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ, എ നമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ, അതുപോലെ തന്നെ സെവറൽ നമ്പർ ഓഫ് എന്ന് പറഞ്ഞാലും പ്ലൂറൽ ആയിരിക്കണം. എ നമ്പർ, സെവറൽ നമ്പർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ ആയിരിക്കണം. ദ നമ്പർ എന്ന് വന്നു കഴിഞ്ഞാൽ സിംഗുലർ ആയിരിക്കണം. ഇവിടെ ദ നമ്പർ എന്നാണ് വന്നിരിക്കുന്നത്. സോ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ആറും വേറും ഹാബീനും പ്ലൂറലാണ്, നമുക്ക് വേണ്ടത് സിംഗുലറാണ്. ഈസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കുക നെയ്തർ ദ സ്റ്റുഡൻസ് നോർ ദ ടീച്ചർ. നമ്മളെ മനസ്സിലാക്കേണ്ട കാര്യം നെയ്തർ നോർ അല്ലെങ്കിൽ എയ്തർ ഓർ. ഇത് വന്നു കഴിഞ്ഞാൽ ഈ ഓർ അല്ലെങ്കിൽ നോറിന് ശേഷം വന്നിരിക്കുന്ന ആ നൗണിനെ ആശ്രയിച്ചായിരിക്കണം ഇവിടെ നമ്മൾ എഴുതേണ്ടത്. ഇവിടുത്തെ ടീച്ചറാണ്. ടീച്ചർ എന്താണ്? സിംഗുലറാണ്. ഇവിടെ സിംഗുലർ ആയിട്ടുള്ളതാണ് വരേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ആർ വേർ ഹാബിൻ പ്ലൂറലാണ്. ഈസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗ്സുമായി ബന്ധപ്പെട്ടതാണ്. നോക്കാം, ലെറ്റ് മീ ഫിനിഷ് ദിസ്. നമ്മൾ ലെറ്റ് എന്ന് പറയുമ്പോൾ ലെറ്റസിൽ തുടങ്ങുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെറ്റസിൽ തുടങ്ങുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? ഷാൾ വി ആയിരിക്കണം. എന്നാൽ എല്ലായ്പ്പോഴും ലെറ്റസിൽ തുടങ്ങുന്നത് ഷാൾ വി ആകണമെന്നും ഇല്ല. ആ ലെറ്റസിൽ തുടങ്ങുന്ന സെൻറ്റൻസിൽ എവിടെയെങ്കിലും പ്ലീസ് എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിൽ നമ്മൾ വില്യു ആയിരിക്കണം എഴുതേണ്ടത്. അതാണ് അവിടുത്തെ റൂൾ എന്ന് പറയുന്നത്. ഇവിടെ ലെറ്റസ് എന്നല്ല തുടങ്ങിയിരിക്കുന്നത്, ലെറ്റ് മീ എന്നാണ് തുടങ്ങിയത്. ലെറ്റ് മീ, ലെറ്റ് മീ എന്ന് പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും? അതൊരു പെർമിഷന് വേണ്ടി നമ്മൾ പറയുന്നത്. ലെറ്റ് മീ റീഡ് ഇറ്റ് അല്ലെങ്കിൽ ലെറ്റ് മീ ഫിനിഷ് ഇറ്റ് എന്നൊരു പെർമിഷന് വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. ഞാനത് കണ്ടോട്ടെ അല്ലെങ്കിൽ എടുത്തോട്ടെ വന്നോട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ലെറ്റ് മീ എന്ന് പറയുമ്പോൾ അതെന്തായി മാറും? അത് ഇംപറേറ്റീവ് സെൻറ്റൻസ് ആയി മാറും. എന്നാൽ ലെറ്റസ് എന്ന് പറയുമ്പോൾ അത് സജഷനായി, രണ്ട് ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. ലെറ്റസ് എന്ന് പറഞ്ഞാലും ലെറ്റ് മീ എന്ന് പറഞ്ഞ ഇംപറേറ്റീവ് സെൻറ്റൻസ് തന്നെയാണ്. പക്ഷേ ലെറ്റസ് എന്തിനെ സൂചിപ്പിക്കുന്നു? സജഷനെ സൂചിപ്പിക്കുന്നു. ലെറ്റ് മീ എന്ന് പറയുമ്പോൾ അത് പെർമിഷനെ സൂചിപ്പിക്കുന്നു. എന്നാൽ ലെറ്റസ് വന്നിട്ട് പ്ലീസ് വരുമ്പോഴും അതും എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? പെർമിഷനെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെ പെർമിഷനെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? വില്യു ആയിരിക്കണം. ഇവിടെ ലെറ്റ് മീ വന്ന സ്ഥിതിക്ക് അത് പെർമിഷനെ സൂചിപ്പിക്കുന്നു, സോ വില്യു. ഈ ലെറ്റസ് വന്നിട്ട് ഇടയ്ക്ക് പ്ലീസ് വന്നാലും അതെന്തിനെ സൂചിപ്പിക്കുന്നു? പെർമിഷനെ സൂചിപ്പിക്കുന്നു, സോ അപ്പോഴും വില്യു. എന്നാൽ ലെറ്റസ് എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പ്ലീസോ അങ്ങനൊന്നും സംഭവം ഇല്ലെങ്കിൽ അത് സജഷനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഷാൾ വി ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇവിടെ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക, ഷീ ഹാർഡ്ലി ഗോസ് ഔട്ട്. നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ അല്ലേ, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന സെൻറ്റൻസിനകത്ത് നെഗറ്റീവ് വേർഡ്സ് ഉണ്ടോ എന്ന് നോക്കണം. ആ നെഗറ്റീവ് വേർഡ്സ് ഉണ്ട് എങ്കിൽ നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. എന്നാൽ നെഗറ്റീവ് വേർഡ് ഇല്ല എങ്കിൽ നമ്മുടെ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ നെഗറ്റീവ് വേർഡ് ഉണ്ടോ നോക്കുമ്പോൾ ഹാർഡ്ലി നെഗറ്റീവ് വേർഡാണ്. ഹാർഡ്ലി, സെൽഡം, റെയർലി എന്നൊക്കെ പറയുമ്പോൾ
നെഗറ്റീവ് വേർഡ്സ് സ്കേഴ്സ്ലി അല്ലേ, നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് പോസിറ്റീവായിട്ടുള്ള ടാഗ്സ് ഏതൊക്കെയാണ്? ഡസ് ഷീയും അതുപോലെ വിൽ ഷീയും. ഇതിനകത്ത് ഏത് വരും? അത് ഇവിടുത്തെ സഹായക്രിയ ആശ്രയിച്ചാണ്. ഇവിടെ ഗോസ് ആണ്, ഗോസിനകത്ത് എന്തുണ്ട്? ഡസ് ഉണ്ട്. ഡസ് എഴുതുക, ദെൻ ഷീ, ഡസ് ഷീ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ടതാണ്. നോക്കുക, ഹി സെഡ് ഇഫ് ഐ വെയർ യു ഐ വുഡ് അപ്പോളജൈസ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇതെന്താണ്? ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹീ സെഡ് ദാറ്റ് എന്നോ ടോൾഡ് ദാറ്റ് എന്നോ എഴുതണം. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സെഡ് ദാറ്റ് എന്ന് എഴുതാം. അതായത് ഹീ സെഡ് എന്ന് മാത്രമേ ഉള്ളൂ, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ല. അങ്ങനെ സ്ഥിതിക്ക് നമുക്ക് സെഡ് ദാറ്റ് എന്ന് എഴുതാം. അപ്പോൾ ഹീ സെഡ് ദാറ്റ് നമ്മൾ എങ്ങനെ എഴുതും? ഇഫ് ഐ എന്തായി മാറും? ഹീ ആയി മാറും, കാരണം ഇവനാണല്ലോ പറയുന്നത്. അപ്പോൾ ഹീ ആവണം. ഈ വേർ എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് എന്താവണം? പാസ്റ്റ് പെർഫെക്റ്റ് ആവണം. അപ്പോൾ വാസ് വേറൊക്കെ എന്തായി മാറണം? ഹാഡ് ബീൻ ആയി മാറണം. വാസും വേറും ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോമാണ്. ബിയുടെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോം എന്താണ്? ഹാഡ് ബീൻ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഹീ സെഡ് ദാറ്റ് ഇഫ് ഹി ഹാഡ് ബീൻ യു. ഇവിടെ യു എന്ന് പറഞ്ഞാൽ നമ്മളോടാണ്. അപ്പോൾ ആ യു സെക്കൻഡ് പേഴ്സൺ എന്തായി മാറണം? ഫസ്റ്റ് പേഴ്സൺ ആയി മാറണം. മീ എന്നാവും അല്ലേ? അപ്പം ഇഫ് ഹി ഹാഡ് ബീൻ മീ, ഹി വുഡിന് മാറ്റം വരുത്തില്ല, വുഡ് തന്നെയായിരിക്കും. ഹി വുഡ് അപ്പോളജൈസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള നോക്കും. ഹാഡ് ബീൻ ഉള്ളത് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് ഹാഡ് ബീൻ, ഇവിടെ ഹാഡ് ബീൻ ഉണ്ട്. ഹാഡ് ബീൻ ഇവിടെ യു മാറി മീ വരണം. ഓക്കെ, മീ. അപ്പോൾ നമ്മൾ ഇത് ആൻസർ ആയിട്ട് എഴുതും. ഹി സെഡ് ദാറ്റ് ഇഫ് ഹി ഹാഡ് ബീൻ മീ ഹി വുഡ് അപ്പോളജൈസ്. അപ്പോൾ നമ്മുടെ ജനറൽ റൂൾ വെച്ച് നോക്കുമ്പോൾ, റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ജനറൽ റൂൾസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത് ആണ് ആൻസർ. ഇത് തന്നെയായിരിക്കും ആൻസർ, യാതൊരു മാറ്റവുമില്ല. നമ്മൾ എല്ലാം ഫോളോ ചെയ്ത് നമ്മൾ എഴുതിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഒരു എക്സെപ്ഷണൽ റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. എന്തായിരിക്കും ആ എക്സെപ്ഷണൽ റൂൾ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നോക്കുക. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ഐ വെയർ യു ഐ വുഡ് അപ്പോളജൈസ് എന്നാണ്. ഇവിടെ നോക്കുമ്പോൾ ഇഫ് ഐ വെയർ യു എന്ന് പറയുമ്പോൾ ഇതെന്താണ്? ഇത് എന്തൊരു കണ്ടീഷനാണ്? അൺലൈക്ലി ആയിട്ടുള്ള, അൺറിയൽ കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കണ്ടീഷനാണ്. അതായത് ഞാൻ നീ ആയിരുന്നു എങ്കിൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാൻ നീ ആകില്ല എന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഹൈപ്പോത്തറ്റിക്കലാണ്, അല്ലെങ്കിൽ എന്താണ്? അൺറിയലാണ്, അല്ലെങ്കിൽ അൺലൈക്ലിയാണ്. അത്തരത്തിൽ നമ്മുടെ ഡയറക്റ്റ് സ്പീച്ച്, നമുക്ക് തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ച് ഇത്തരത്തിൽ ഏതൊക്കെ രീതിയിൽ, അതായത് ഈ പറയുന്നത് പോലെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അൺറിയൽ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അൺലൈക്ലി ആയിട്ടുള്ളത്, അതായത് ഒരിക്കലും നടക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് നമ്മുടെ ഡയറക്റ്റ് സ്പീച്ച് എങ്കിൽ, അതിനകത്ത് പറയുന്നതെങ്കിൽ ആ ഡയറക്റ്റ് സ്പീച്ചിൻ്റെ ടെൻസ് ഫോം മാറ്റാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരിക്കലും ഇതിൻ്റെ ടെൻസ് ഫോം മാറ്റാൻ പാടില്ലായിരുന്നു. അതായത് ഇവിടെ സിമ്പിൾ പാസ്റ്റ് തന്നെ എഴുതണമായിരുന്നു. അതായത് വേർ എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണല്ലോ, ആ സിമ്പിൾ പാസ്റ്റ് തന്നെ എഴുതണമായിരുന്നു. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ബിയുടെ വാസോ വേറോ വരാം. മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് ഇവിടെ സബ്ജക്റ്റിനെ ആശ്രയിച്ചല്ല നമ്മൾ എഴുതുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും നമ്മൾ പ്ലൂറൽ ഫോമേ എഴുതത്തുള്ളൂ. അപ്പം വേർ തന്നെയായിരിക്കണം. ഐ വന്നാലും ഇവിടെ ഹീ വന്നാലും ഇവിടെ എന്തായാലും ഐ ഹീ ആവുമല്ലോ, കാരണം ഇവൻ പറയുന്നത് കൊണ്ട്. അപ്പം ഹീ സെഡ് ദാറ്റ് ഇഫ് ഹീ വെയർ യു അല്ല, യു മാറി മീ ആണ്. അപ്പം ഇഫ് ഹീ വെയർ മീ എന്നാവണം. ആണോ നോക്കുക. ഹീ സെഡ് ദാറ്റ് ഇഫ് ഹീ വെയർ മീ, കണ്ടോ? എന്നിട്ട് ഹീ, വുഡിന് മാറ്റം വരത്തില്ല, വുഡ് അപ്പോളജൈസ്. അപ്പം ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പം ഈ ഒരു എക്സെപ്ഷണൽ റൂൾ പഠിക്കാതെ നമ്മൾ പോയി ആൻസർ ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനറൽ റൂൾസ് എല്ലാം പഠിച്ചുകൊണ്ടാണ് പോയത്, പക്ഷേ നമ്മൾ എക്സെപ്ഷണൽ റൂൾ പഠിച്ചില്ല. ആ രീതിയിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ഒരു മാർക്ക് ഇവിടെ നഷ്ടമാകും. ഓക്കെ, അതുകൊണ്ട് ഇത് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഡയറക്റ്റ് സ്പീച്ച് ഇത്തരത്തിൽ അൺലൈക്ലിയോ അൺറിയലോ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അവിടെ ടെൻസ് മാറ്റേണ്ട കാര്യമില്ല. ഓക്കെ, അതാത് ടെൻസ് നിലനിർത്തുമ്പോൾ തന്നെ സബ്ജക്റ്റ് സിംഗുലറോ പ്ലൂറലോ ആണെങ്കിലും നമ്മളിവിടെ വെർബ് പ്ലൂറൽ ഫോമിൽ എഴുതാവൂ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്
നോക്കുക, ഈ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കെയർ വന്നിട്ടുണ്ട്. ഇവിടെ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, നോക്കുക, ഐ ആം യുവർ ഫ്രണ്ട്. നമുക്കറിയാം ഐ ആം എന്നുള്ളത് അല്ലേ ക്വസ്റ്റ്യൻ ടാഗിൽ എങ്ങനെയായിരിക്കണം വരേണ്ടത്. ആക്ച്വലി ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ആമിൻ്റെ എന്നാണ് വരേണ്ടത്. ഐ ആമിൻ്റെ നെഗറ്റീവ് ആമിൻ്റെ എന്നാണ് പറയേണ്ടത്. ആമിൻ്റെ നെഗറ്റീവ് ആമിൻ്റെ നെഗറ്റീവ് ആമിൻറ്റ് എന്നാണ് പറയേണ്ടത്. പക്ഷേ ക്വസ്റ്റ്യൻ ടാഗിൽ മാത്രം നമ്മൾ എങ്ങനെ പറയാവൂ, ആറിൻ്റെ എന്നേ പറയാവൂ. ഇവിടെ ഐ ആം യുവർ ഫ്രണ്ട് എന്നുള്ളത് ആറിൻ്റെ ഇതാണ് കറക്റ്റ് ആൻസർ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ റിപ്പോർട്ടർ സ്പീച്ചിൽ നോക്കുക, ഹീ സെഡ് ഐ മസ്റ്റ് ഫിനിഷ് മൈ ഹോംവർക്ക്. ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ആർക്കെങ്കിലും അറിയാൻ പറ്റാത്ത ആരായിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടട്ടെ എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. ഒരു എക്സെപ്ഷണൽ റൂൾ എന്ന് പറയാൻ പറ്റത്തില്ല. നോക്കുക, ഇവിടെ ഹീ സെഡ് ദാറ്റ് അല്ലേ, സെഡ് വന്ന സ്ഥിതിക്ക് സെഡ് ദാറ്റ് എന്ന് പറയണം. കാരണം ഇവിടെ ഒബ്ജക്റ്റ് ഇല്ലാത്തത് കൊണ്ട്. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ടോൾഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഹീ സെഡ് ദാറ്റ്, ഈ ഐ എന്തായി മാറും, ഹീ ആയി മാറും. ഈ മസ്റ്റ് എന്താണ്, ഒരു മോഡൽ ആക്സറി ആണ്. അതിൻ്റെ എന്തായിരിക്കും നമ്മൾ പാസ്റ്റ് ടെൻസിലാണ്ട് ടെൻസ് മാറ്റണം. ഇവിടെ പാസ്റ്റ് ടെൻസ് ആയ സ്ഥിതിക്ക് ഇതിൻ്റെ ടെൻസ് മാറ്റി മസ്റ്റിനെ നമ്മൾ എന്താക്കി മാറ്റണം, ഹാഡ് ടു ആക്കി മാറ്റണം അല്ലേ. അപ്പം ഹീ സെഡ് ദാറ്റ് ഹി ഹാഡ് ടു ഫിനിഷ്. ഈ മൈ എന്നുള്ളത് എന്തായി മാറും, ഹിസ് ആവും, ഹിസ് ഹോംവർക്ക്. അപ്പം ആ തരത്തിൽ വരണം. അപ്പോൾ ഇവിടെ അങ്ങനെ വന്നിരിക്കുന്ന നമ്മൾ മസ്റ്റ് മാറി ഹാഡ് ടു ആണല്ലോ വരേണ്ടത്. നമ്മൾ ഹാഡ് ടുവിലേക്ക് നോക്കുക, ഹാഡ് ടു ഇവിടെ ഉണ്ട്. സോ ഇത് തന്നെയായിരിക്കും ആൻസർ. നോക്കുക, ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ടു ഫിനിഷ് ഹിസ് ഹോംവർക്ക്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് നോക്കുക, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഇനി അടുത്ത ആക്റ്റീവ് വോയിസും പാസീവ് വോയിസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കുക, ഷീ ഗേവ് ഹിം എ ബുക്ക്, ചേഞ്ച് ഇൻ ടു പാസീവ്. ഇവിടെ പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിൻ്റെയും പൊതുവായിട്ടുള്ള റൂൾ നമുക്കറിയാമല്ലോ. ആക്റ്റീവ് വോയിസ് എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു, സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നു. ചേഞ്ച് ഇൻ ടു പാസീവ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസാണ്. ആക്റ്റീവ് വോയിസിൻ്റെ പൊതുവായ സ്ട്രക്ചർ എങ്ങനെയാണ്, ആദ്യം സബ്ജക്റ്റ് വരണം, പിന്നെ ഓക്സിലറി വെർബ് വരണം അല്ലേ. ആദ്യം എന്ത് വരണം, സബ്ജക്റ്റ് വരണം, ദെൻ ഓക്സിലറി വെർബ് വരണം, ദെൻ വെർബ് വരണം, അതിനുശേഷം ഒബ്ജക്റ്റ് വരണം. ഇതാണ് ആക്റ്റീവ് വോയിസിൻ്റെ അല്ലേ പൊതുവായിട്ടുള്ള സ്ട്രക്ചർ. ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസിൻ്റെ പൊതുവായിട്ടുള്ള സ്ട്രക്ചർ ഇങ്ങനെയാണ്, സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറീസ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഈ പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പാസീവ് വോയിസിലേക്ക് വരുന്ന സമയത്ത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഒബ്ജക്റ്റിനെ കൊണ്ടുവരിക, എന്നിട്ട് ഈ ഓക്സിലറീസ് പ്ലസ് വെർബിനെ മാറ്റി അവിടെ നമ്മൾ ബി ഫോംസ് പ്ലസ് V3 എന്നാക്കണം. ബിയുടെ രൂപങ്ങൾ പ്ലസ് V3 എന്ന് മാറ്റണം. ഇവിടെ ഓക്സിലറീസ് പ്ലസ് വെർബ് എന്നാണെങ്കിൽ നമ്മൾ പാസീവ് വോയിസിൽ ബി ഫോംസ് പ്ലസ് V3 എന്ന് മാറ്റുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബൈ പ്ലസ് സബ്ജക്റ്റ്. സബ്ജക്റ്റിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അത് ബൈ പ്ലസ് സബ്ജക്റ്റ് എന്ന് വരണം. ഇത്രയും മനസ്സിലാക്കി വെച്ചുകൊണ്ട് നമ്മളിത് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ നോക്കുമ്പോൾ ഷീ ഗേവ് ഹിം എ ബുക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഷീ ആണ്, വെർബ് ഗേവ് ആണ്. ഇവിടെ ഓക്സിലറീസ് പ്ലസ് വെർബാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹിം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ്, എ ബുക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട് അല്ലേ, രണ്ട് ഒബ്ജക്റ്റ് ആണ് ഇവിടെ ഉള്ളത്. അങ്ങനെ രണ്ട് ഒബ്ജക്റ്റ്, ഒരു സെൻറ്റൻസിൽ രണ്ട് ഒബ്ജക്റ്റ് വരുമ്പോൾ അതിലൊന്ന് എന്തായിരിക്കും, ഡയറക്റ്റ് ഒബ്ജക്റ്റും അടുത്തത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ആയിരിക്കും. ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ സെൻറ്റൻസിനോട് വാട്ട് എന്നോ ഹും എന്നോ ചോദിച്ചാൽ മതി. ഇവിടെ ഷീ ഗേവ് ഹിം എ ബുക്ക് എന്ന് പറയുമ്പോൾ ഷീ ഗേവ് വാട്ട്, എന്താണ് കൊടുത്തത്, ബുക്കാണ് കൊടുത്തത്. അപ്പോൾ ബുക്കാണ് ഇവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇനി ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം, ടു വാട്ട് ടു ഹും എന്ന് ചോദിക്കണം. എന്തിന്, ആർക്ക് എന്ന് ചോദിക്കണം. അവൾ ബുക്ക് ആർക്ക് കൊടുത്തു, ഹിം അവന് കൊടുത്തു. അപ്പോൾ ഇത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റാണ്, ഇത് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹിം ഇവിടുത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും എ ബുക്ക് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റുമാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് എന്തിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്, നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനായിരിക്കണം, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, സാധാരണ രീതിയിൽ നമ്മൾ പറയുമ്പോൾ എന്തായിരിക്കണം, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഹിമ്മിനെ ആയിരിക്കണം ഇവിടെ ആദ്യം കൊണ്ടുവരേണ്ടത്. ഹിം ഇവിടെ മാറുമ്പോൾ എന്തായി മാറും, ഹീ ആയി മാറും അല്ലെ. ഹിം ഇപ്പുറത്ത് വരുമ്പോൾ ഹീ ആവും, ഹീ. ഇനി ബി ഫോംസ് പ്ലസ് V3 നമ്മൾ എഴുതേണ്ടത്. ബി ഫോംസ് പറഞ്ഞാൽ ബിയുടെ ടെൻസ് രൂപങ്ങൾ. ബിയുടെ ഏത് ടെൻസ് രൂപം ഇവിടെ എഴുതേണ്ടത്, അത് നമ്മളെ സെൻറ്റൻസ് നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ ഗേവ് ആണ് വന്നിരിക്കുന്നത്. ഗേവ് എന്ന് പറയുമ്പോൾ എന്താണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. സോ ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോമാണ് എഴുതേണ്ടത്. ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ വാസ് ഓർ വെയർ ആണ്.
അതെന്തിനെ ആശ്രയിച്ച് എഴുതേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന ഒബ്ജക്റ്റിനെ ആശ്രയിച്ച്. ഒബ്ജക്റ്റ് ഹി ആണ്. ഹി സിംഗുലർ ആയതിലേക്ക് നമ്മൾ വാസ് ആയിരിക്കണം എഴുതേണ്ടത്. അപ്പം ഹി വാസ്. ഇനി V3 ഫോം. ഗീവിൻ്റെ V3 എന്താണ്? ഗിവൺ. അപ്പം ഹി വാസ് ഗിവൺ നൗ. ഹി വാസ് ഗിവൺ. ഇനി എന്താണ് നമ്മൾ എഴുതേണ്ടത്? എന്തെന്നുള്ളത് ഈ ഒബ്ജക്റ്റ് എ ബുക്ക്. അപ്പം ഹി വാസ് ഗിവൺ എ ബുക്ക് ബൈ ഹർ എന്ന് വരും. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഹി വാസ് ഗിവൺ എ ബുക്ക് ബൈ ഹർ, ഇത് കറക്റ്റാണ്. ഇനി ഇത് നമുക്ക് അല്ലാതെ എഴുതാം. എന്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്? ഡയറക്റ്റ് ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതാം. പക്ഷെ അത് എന്താണ്? ഡിസൈറബിൾ അല്ല, അല്ലേ? അതത്ര അക്സെപ്റ്റബിൾ അല്ല. എങ്കിൽ നമ്മുടെ ഈ ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. എ എന്ന് പറയുന്നത് നോക്കുക. ഡയറക്റ്റ് ഒബ്ജക്റ്റ് നമ്മൾ എ ആണല്ലോ, എ ബുക്ക് ആണല്ലോ. അപ്പോൾ എ ബുക്ക്, എന്നിട്ട് നമ്മൾ ബി ഫോംസ് പ്ലസ് V3 വാസ് ഗിവൺ, പിന്നെ ടു ഹും എന്നുള്ള ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഹിമിൻ്റെ അടുത്ത് ടു ഹിം ആക്കി ബൈ ഹർ എന്നാക്കും. എ ബുക്ക് വാസ് ഗിവൺ ടു ഹിം ബൈ ഹർ. ഞാൻ രണ്ട് രീതി പറഞ്ഞാലും അർത്ഥം സെയിം ആണ്, അല്ലേ? ഇവിടെ നോക്കാം, ഓപ്ഷൻ കിടപ്പുണ്ട്. ബോത്ത് എ ആൻഡ് ബി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ബോത്ത് എ ആൻഡ് ബി എന്ന് തരാതെ ഇതിൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഓപ്ഷനുകൾ തന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബി എ ആൻസറായിട്ട് എഴുതാവും. എന്നാൽ ഇങ്ങനെ രണ്ട് രീതിയിൽ തന്നിട്ട് അവിടെ ബോത്ത് എ ആൻഡ് ബി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സി എഴുതാം. ഇപ്പോൾ ഇവിടെ അങ്ങനെ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി ആണ്. ഇവിടെ നോക്കുമ്പോൾ ഇതൊരു പാസീവ് വോയിസ് നമുക്ക് മനസ്സിലായി. ഈ പാസീവ് വോയിസിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ ആദ്യം എന്ത് വന്നു? ലെറ്റ് വന്നു. ലെറ്റ്. അതിനുശേഷം എന്താ വന്നേ? ദ ഡോർ. ദ ഡോർ ഇവിടുത്തെ എന്തായിരിക്കും? ഒബ്ജക്റ്റ് ആയിരിക്കുമല്ലോ. കാരണം പാസീവ് വോയിസ് എന്തിനാണ് പ്രാധാന്യം വെക്കുന്നത്? ഒബ്ജക്റ്റാണ്. അപ്പോൾ ഒബ്ജക്റ്റ്. ദെൻ ബി. പിന്നെ ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ V3. അപ്പോൾ ഈ പാസീവ് വോയിസ് എങ്ങനെയുള്ള ഈ പാസീവ് വോയിസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3. അത് ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3. ഈ പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ, അല്ലേ, ഇതിൻ്റെ ആക്റ്റീവ് വോയിസ് എന്തായിരിക്കും? അതിൻ്റെ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അതായത് വെർബ് പ്ലസ് ഒബ്ജക്റ്റിൻ്റെ പാസീവ് വോയിസ് ആണ് ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3. അങ്ങനെയാകുമ്പോൾ ഇതിനെ ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റാൻ പറയുമ്പോൾ ഇതിനകത്ത് വെർബിനെ കണ്ടെത്തുക. വെർബ് എന്താ? ക്ലോസ്ഡ്. അതിൻ്റെ V1 ഫോം ആയിരുന്നത് ക്ലോസ് എന്ന് വരണം. പിന്നെ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്തായിരിക്കും? ദ ഡോർ. അപ്പോൾ ക്ലോസ് ദ ഡോർ. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്തത് ദ ക്രിമിനൽ ഹാസ് ബീൻ കാട്ട് ബൈ ദ പോലീസ്. ഇപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബൈ പ്ലസ് സബ്ജക്റ്റ് വന്ന സ്ഥിതിക്ക് ഇത് എന്താണ്? പാസീവ് വോയിസാണ്. ഇനി ബൈ പ്ലസ് സബ്ജക്റ്റിനെ മാത്രം നോക്കാതെ നമുക്ക് വെർബിലൂടെ കണ്ടെത്താൻ പറ്റും. ഏതൊരു പാസീവ് വോയിസിൻ്റെയും വെർബ് ഫോം എന്താണ്? ബി ഫോംസ് പ്ലസ് V3 ആണ്, അല്ലെ? ബിയുടെ രൂപം, അല്ലെ? ബിയുടെ രൂപം പിന്നെന്താണ്? അതിനുശേഷം V3. ഹാസ് ബീൻ എന്ന് പറയുമ്പോൾ ബി ഫോമാണ്. ദെൻ കോട്ട് V3. അപ്പം ബി ഫോംസ് പ്ലസ് V3 എന്ന സ്ഥിതിക്ക് എന്തായിരിക്കും? പാസീവ് വോയിസ് ആയിരിക്കും. അപ്പോൾ ഇത് ആക്റ്റീവ് വോയിസിലേക്കാണ് മാറ്റേണ്ടത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിൽ ഹാസ് ബീൻ കോട്ട് അല്ലെ ഹാഡ് ബീൻ പ്ലസ് V3. ഇത് V3 ആണല്ലോ. ഹാസ് ബീൻ പ്ലസ് V3, ഹാവ് ബീൻ പ്ലസ് V3, ഹാഡ് ബീൻ പ്ലസ് V3 എന്ന രീതി വരുമ്പോൾ അതിന് ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് ഈ ബീനെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പം ഹാസ് കാട്ടെന്നോ ഹാഡ് കാട്ടെന്നോ ഹാവ് കാട്ടെന്നോ നമുക്ക് എഴുതാം. അപ്പം നമ്മൾ ഇവിടെ വേണ്ട ആ തരത്തിലായിരിക്കണം. ഹാസ് കാട്ട് അല്ലെങ്കിൽ ഹാവ് കാട്ട് എന്നായിരിക്കും. ഇവിടെ ഹാസ് വന്ന സ്ഥിതിക്ക് ഹാസിനെ ഹാവിനെ മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഒന്നുകിൽ ഹാസ് കാട്ട് എന്നായിരിക്കും അല്ലെങ്കിൽ ഹാവ് കോട്ട് എന്നായിരിക്കും. നോക്കാം, ഇവിടെ ഹാസ് കോട്ട് എന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഹാവ് കോട്ട് എന്നുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കും കറക്റ്റായി വരിക. അതെന്തിനെ ആശ്രയിച്ചാൽ ഈ സബ്ജക്റ്റിനെ അപ്പുറത്ത് പോകുമല്ലോ. ആ സബ്ജക്റ്റിനെ ഇവിടുത്തെ സബ്ജക്റ്റിനെ ആശ്രയിച്ചാൽ സബ്ജക്റ്റ് ആയിരിക്കുമല്ലോ ആക്റ്റീവ് വോയിസിൽ ആദ്യം വരിക, അല്ലേ? സബ്ജക്റ്റ് ആയിരിക്കും. ഈ ദ പോലീസ് എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ദ പോലീസ് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ കോൺകോഡിൽ പഠിച്ചിട്ടുണ്ട് ദ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. നമുക്ക് സിംഗുലർ ആയിട്ട് തോന്നും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ദ പോലീസ് ഹാസ് ഗോട്ട് ദ ക്രിമിനൽ എന്ന് എഴുതി വെക്കും. മനസ്സിലാക്കുക. ദ പോലീസ് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അത് എപ്പോഴും എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ദ പോലീസ് ഹാവ് ഗോട്ട് ദ ക്രിമിനൽ എന്നുള്ള ഇതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. ഹി ലൈക്സ് പീപ്പിൾ ടു കോൾ ഹിം എ ജീനിയസ്. ഇവിടെ നോക്കുമ്പോൾ ഹി ലൈക്സ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ഹി ഇവിടുത്തെ സബ്ജക്റ്റ്, ലൈക്ക് ഇവിടുത്തെ വെർബ്, പീപ്പിൾ ഇവിടുത്തെ ഒബ്ജക്റ്റ്, അല്ലേ? നമ്മൾ ടു കോൾ ഹിം എ ജീനിയസ് എന്നുള്ള ബാലൻസ് ആക്കി മാറ്റും. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പാസീവ് വോയിസ് എങ്ങനെയായിരിക്കും എഴുതുക? ആദ്യം ഒബ്ജക്റ്റ് വരണം, അപ്പോൾ പീപ്പിൾ, പിന്നെ ബി ഫോംസ് പ്ലസ് V3. അപ്പം ഇവിടെ ലൈക്സ് എന്ന സിമ്പിൾ പ്രസൻറ്റാണ്. സിമ്പിൾ പ്രസൻറ്റ് ഈയുടെ സിമ്പിൾ പ്രസൻറ്റ് ഏതൊക്കെയാണ്? ഈസും ആമും ആറുമാണ്.
ഇപ്പം പീപ്പിൾ എന്ന സ്ഥിതിക്ക് ആറെന്ന് എഴുതും നമ്മൾ. ഇപ്പം പീപ്പിൾ ആർ ലൈക്ക്ഡ് ബൈ ഹിം എന്നാവും അല്ലെ. പീപ്പിൾ ആർ ലൈക്ക്ഡ് ബൈ ഹിം ടു കാൾ ഹിം എ ജീനിയസ് എന്ന് ചിലപ്പോൾ എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ കാണുന്നില്ല. അപ്പോൾ നമുക്ക് ആ കൺഫ്യൂഷനാവും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിൽ ലൈക്സ് അല്ലെങ്കിൽ വുഡ് ലൈക്ക് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തണം. അല്ലെങ്കിൽ ഹാവ് ടു, ഹാസ് ടു എന്നൊക്കെ വരുമല്ലോ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെ ഹി ലൈക്സ്, അതിനുശേഷം ഇവിടെ ഒരു ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടല്ലോ. പിന്നെ വരിക എപ്പോഴും ടു ഇൻഫിനിറ്റീവ് ആയിരിക്കും. ഇങ്ങനൊരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മളതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഹി ലൈക്സ് പീപ്പിൾ ടു കാൾ ഹിം എ ജീനിയസ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ അവനെ ജീനിയസ് എന്ന് വിളിക്കുന്നത് അവന് ഇഷ്ടമാണ്. അതിൻ്റെ അർത്ഥം എന്താ? ജീനിയസ് എന്ന് വിളിക്കപ്പെടാൻ അവൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പീപ്പിളിനെ നമ്മൾ അങ്ങ് അവോയ്ഡ് ചെയ്യണം. ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് പീപ്പിൾ എന്ന് വെച്ചാൽ ഇവിടെ എന്തോ ആവാം. ഇത്തരത്തിൽ ലൈക്സ് വന്നിട്ട് ഒബ്ജക്റ്റ് വരുന്നു, അതിനുശേഷം ടു ഇൻഫിനിറ്റീവ്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ആൻസർ എഴുതി തുടങ്ങേണ്ടത് ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഹി ലൈക്സ് എന്നിങ്ങനെ തുടങ്ങണം. എന്നിട്ട് ഈ ഒബ്ജക്റ്റിനെ അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് ഈ ടു കാൾ ഉണ്ടല്ലോ, ഹി ലൈക്സ് ടു. പിന്നെ നമ്മൾ ഈ കോൾ എന്ന് പറഞ്ഞാൽ വി ഫോം അല്ല എഴുതേണ്ടത്, ഇതിൻ്റെ ബി ഫോംസ് പ്ലസ് V3 എഴുതേണ്ടത്. അതായത് ബി പ്ലസ് V3 അല്ലെ, ബി പ്ലസ് V3 ആയിരിക്കണം എഴുതേണ്ടത്. ഇവിടെ ടു വന്ന സ്ഥിതിക്ക് ബിയുടെ യഥാർത്ഥ രൂപം തന്നെ എഴുതാം, ടു ബി. ഇനി കോൾഡ് V3 എന്താ? കോൾഡ്. അപ്പം എന്താ? ഹി ലൈക്സ് ടു ബി കോൾഡ്. ഹി ലൈക്സ് ടു ബി കോൾഡ് എന്ത്? എ ജീനിയസ്. പിന്നെ ബൈ പീപ്പിൾ. ഈ പീപ്പിൾ ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഒബ്ജക്റ്റ് ആണെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇവിടെ എൻ്റെ സെൻസ് ഈ പീപ്പിൾ ഇവിടെ എന്തായിട്ടായിരിക്കും നിൽക്കുക? ആരാണ് വിളിക്കേണ്ടത് അവനെ? സബ്ജക്റ്റ് ആയ പീപ്പിളാണ് വിളിക്കേണ്ടത്. അപ്പോൾ ഈ വിളിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ഇവിടെ ചെയ്യുന്നത് ആരാ? പീപ്പിൾ, ഈ സബ്ജക്റ്റാണ്. അല്ലാതെ ഈ സെൻറ്റൻസിനെ പൊതുവേ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇതിനെ ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. പക്ഷെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് ഈ പീപ്പിൾ എന്തായി മാറും? ഓട്ടോമാറ്റിക്കലി. കാരണം ഈ കോളിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, ഈ വെർബിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ വെർബ് ആരാണ് ചെയ്യേണ്ടത്? പീപ്പിളാണ്. അപ്പോൾ ആ പീപ്പിൾ ഈ തരത്തിലേക്ക് മാറ്റുമ്പോൾ സബ്ജക്റ്റായി മാറും, ബൈ പീപ്പിൾ. അപ്പോൾ ഇതൊരു എക്സെപ്ഷണൽ റൂളിൽ പെടുന്നതാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വലഞ്ഞു പോകും അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഇതിൻ്റെ ഒരു റൂളുണ്ട്. എങ്ങനെയാണ്? ആക്റ്റീവ് വോയിസ് എങ്ങനെയായിരിക്കും? ഹി എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ആണല്ലോ, സബ്ജക്റ്റ് പ്ലസ് പിന്നെ ലൈക്ക് ഓർ ലൈക്സ് അല്ലേ, പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ടു ഇൻഫിനിറ്റീവ് എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒബ്ജക്റ്റ്, ഇത് ഇവിടുത്തെ ഈ ഭാഗത്തെ ഒബ്ജക്റ്റാണിത്. ഈ പ്രിപ്പോസിഷണൽ ഫ്രേസിൽ ഒബ്ജക്റ്റായിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാം. ആ രീതി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ തന്നെ എഴുതി തുടങ്ങുക. ഹി ലൈക്സ്, ഇതിനെ മാറ്റി ടു, പിന്നെ ഈ കോളിനെ ബി പ്ലസ് V3 എന്നാക്കണം. അപ്പം ടു ബി കോൾഡ് ഈ വെർബിന്. എന്നിട്ട് ഇവിടുത്തെ എന്താണെന്ന് വെച്ചാൽ ആ ജീനിയസ് എഴുതുക. എന്നിട്ട് ബൈ പീപ്പിൾ, ബൈ പ്ലസ് ഈ സംഭവം എടുത്തെഴുതുക. അപ്പം ഹി ലൈക്സ് ടു ബി കോൾഡ് എ ജീനിയസ് ബൈ പീപ്പിൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആർട്ടിക്കിൾസിലേക്ക് വരാം. നമുക്ക് എ ആൻഡ് ദേ. നമുക്കറിയാം എ ആൻഡ് ദേ ആണ് ആർട്ടിക്കിൾസ്. അതിൻ്റെ ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് 2-3 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, വി സ്റ്റേഡ് അറ്റ് ഡാഷ് ഹിൽട്ടൺ ഹോട്ടൽ ഡ്യൂറിങ് അവർ വെക്കേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എ ആൻഡ് ദ നോ ആർട്ടിക്കിൾ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഹിൽട്ടൺ ഹോട്ടൽ എന്ന് പറയുമ്പോൾ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഹോട്ടലാണ്, ഒരു സ്പെസിഫിക് ഹോട്ടലാണ് അല്ലേ. അങ്ങനെയുള്ളതിൻ്റെ മുമ്പിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദ ഉപയോഗിക്കണം. ഇവിടെ ദ ആണ് ശരിയായിട്ടുള്ള ആൻസർ അല്ലേ. ഹി സ്റ്റേഡ് അറ്റ് ദ ഹിൽട്ടൺ ഹോട്ടൽ ഡ്യൂറിങ് അവർ വെക്കേഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. എടുത്ത് നോക്കുക, ഐ വിസിറ്റഡ് ഡാഷ് യൂണിവേഴ്സിറ്റി വെയർ മൈ ഫ്രണ്ട് സ്റ്റഡീസ്. ഐ വിസിറ്റഡ് ഡാഷ് യൂണിവേഴ്സിറ്റി എന്ന് ഇത്രയേ ഉള്ളായിരുന്നുവെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാമായിരുന്നു? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിനെ പരിഗണിക്കാമായിരുന്നു. കാരണം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു
നൗണാണ്, ഒരു സിംഗുലർ നൗണാണ്. അതിനെ നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെയുള്ള സമയത്ത് നമുക്കിവിടെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാമായിരുന്നു. അങ്ങനെ നമ്മളിവിടെ ഏതായിരിക്കണം ഉപയോഗിക്കേണ്ടത്? ആൻ യൂണിവേഴ്സിറ്റി എന്നാണ് പറയേണ്ടത്? അല്ല, കാരണം ഇവിടെ യു എന്നാണ് പറയുന്നത്, യു. അപ്പോൾ അങ്ങനെ എ ആയിരിക്കണം വരേണ്ടിയിരുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? നമ്മളെപ്പോഴും എ യൂണിവേഴ്സിറ്റി എന്നേ പറയത്തുള്ളൂ. അതിന് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താ? ബാക്കി ഇത് എവിടെ കിടപ്പുണ്ട്? വേർ മൈ ഫ്രണ്ട് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ഇതെന്താണ് ഈ ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ക്ലോസ് എന്തിനെ ഡിഫൈൻ ചെയ്യുകയാണ്? യൂണിവേഴ്സിറ്റി. അതായത് വേർ മൈ ഫ്രണ്ട് സ്റ്റഡീസ്, എൻ്റെ കൂട്ടുകാരൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി. അങ്ങനെ ആകുമ്പോൾ ഈ യൂണിവേഴ്സിറ്റി എന്തായി മാറി? ഡെഫിനിറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയായി മാറി. അങ്ങനെ ആകുമ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ഇവിടെ വരേണ്ടത്. ഐ വിസിറ്റഡ് ദ യൂണിവേഴ്സിറ്റി വേർ മൈ ഫ്രണ്ട് സ്റ്റഡീസ്. ഓക്കെ, ഇനി നോക്കുക, ഹീസ് ഡാഷ് യൂറോപ്യൻ. ഇവിടെ നമ്മൾ ഈ യൂറോപ്യൻ ആണെന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും വിശദീകരിക്കുന്നില്ല ഇവിടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മളിവിടെ നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൽ ഏത് ഉപയോഗിക്കണം? ഇവിടെ നോക്കാം, ഈ യൂറോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ യു എന്നാണ് വന്നിരിക്കുന്നത്. നമ്മൾ ശബ്ദം നോക്കിയായിരിക്കണം ചെയ്യേണ്ടത്, അക്ഷരം നോക്കിയല്ല. ഇപ്പോൾ അക്ഷരം നോക്കിയാണെങ്കിൽ ഈ എന്താണ് വവലാണ്, സോ ആൻ നമുക്ക് എഴുതാം. പക്ഷെ ഇവിടെ യൂറോപ്യൻ എന്ന് പറയുമ്പോൾ യാ എന്ന് പറഞ്ഞ ശബ്ദമാണ് വരുന്നത്, അത് കൺസണന്റ് സൗണ്ട് ആണ്. അങ്ങനെ ആകുമ്പോൾ നമ്മളിവിടെ എന്തേ ഉപയോഗിക്കാവൂ? എ ഉപയോഗിക്കുക. ഹീസ് എ യൂറോപ്യൻ. ഓക്കെ, എ യൂണിവേഴ്സിറ്റി, എ യൂറോപ്യൻ, എ യുണീക്ക്, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. യു വരുന്ന സംഭവമുണ്ട്. അതായത് നമ്മൾ പ്രത്യേകം പഠിച്ചു വെക്കുക. നമ്മൾ ഓൾറെഡി മുന്നോട്ടുള്ള ക്ലാസ്സുകളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്, അതെല്ലാം നോക്കുക. ഓക്കെ, ഇനി നമ്മൾ പോകുന്ന പ്രിപ്പോസിഷൻസുമായി ബന്ധപ്പെട്ടതാണ്. നോക്കുക, ഷീ ഇൻസിസ്റ്റഡ് ഡാഷ് പേയിങ് ഫോർ ദ മീൽ. പ്രിപ്പോസിഷൻസുമായി ബന്ധപ്പെട്ട് ചോദ്യം വരുന്ന സമയത്ത് മിക്കപ്പോഴും ഈ ബ്ലാങ്കിന് തൊട്ട് മുമ്പുള്ള വാക്കിനെയോ അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന വാക്കിനെ ആശ്രയിച്ച് എഴുതേണ്ടതായിരിക്കും. ഇവിടെ നോക്കുക, ഇൻസിസ്റ്റഡ് എന്ന് പറയുന്ന വാക്കിനെ തൊട്ട് മുമ്പ് വന്നിരിക്കുന്ന വാക്കിനെ ആശ്രയിച്ചാണ് ഇവിടെ പ്രിപ്പോസിഷൻ എഴുതേണ്ടത്. ഇൻസിസ്റ്റഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോഴും ഓൺ ആണ് എഴുതുന്നത്. ഇൻസിസ്റ്റഡ് ഓൺ എന്നേ പറയത്തുള്ളൂ. ഓൺ ആണ് കറക്റ്റ് ആൻസർ. ഹി ഡൈഡ് ഡാഷ് ക്യാൻസർ. ഇവിടെ ഡൈഡിന് ശേഷം നമ്മൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ക്യാൻസർ ഒരു ഡിസീസാണ്. അപ്പോൾ ഡിസീസ് വരികയാണെങ്കിൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഓഫ് ആയിരിക്കണം എഴുതുന്നത്. ഹി ഡൈഡ് ഓഫ് ക്യാൻസർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഹീ സിറ്റിംഗ് ഡാഷ് ദ ചെയർ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് PSC ചോദിച്ചിട്ടുണ്ട്, ഈ രണ്ട് രീതിയിലും ചോദിച്ചിട്ടുണ്ട്. അതായത് ഹീ സിറ്റിംഗ് ഡാഷ് ദ ചെയർ എന്നും ഹീ സിറ്റിംഗ് ആം ചെയർ എന്നും. ഓക്കെ, ആം ചെയർ, ഇൻ ദ ആം ചെയർ, അല്ലേ? ആം ചെയർ, ദ ചെയർ, രണ്ട് തരത്തിലുള്ള ചെയറുണ്ട്. എങ്ങനെ? ഈ ചെയർ ഈ പറയുന്ന ആം ഇല്ലാത്ത ചെയറും ഉണ്ട്, സാധാ ചെയറും ഉണ്ട്. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയർന്ന് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഓൺ എഴുതാം. ആം ചെയർ എന്നാണെങ്കിൽ നമ്മൾ ഇന്നായിരിക്കണം എഴുതേണ്ടത്. ഇവിടെ ചെയർന്ന് മാത്രമേ ഉള്ളൂ, സോ നമുക്ക് ഓൺ എഴുതാം. ആം ചെയർ എന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്നേ എഴുതാവൂ. ഓക്കെ, ഇനി നോക്കുക, ഐ ഹാവ് നോൺ ഹിം ഡാഷ് ചൈൽഡ്ഹുഡ്. ഇത്തരത്തിൽ ഐ ഹാവ് നോൺ ഉണ്ടോ? ഐ ഹാവ് നോൺ എന്ന് പറയുന്നത് ഏ ടെൻസാ? പ്രസന്റ് പെർഫെക്റ്റാണ്. പ്രസന്റ് പെർഫെക്റ്റോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒക്കെ വരുന്ന സമയത്ത് നോക്കേണ്ടത് ഈ ഡാഷിന് ശേഷം വന്നിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ടൈം ആണോ, അല്ലേ? അതായത് ഒരു നിശ്ചിത സമയം, പോയിന്റ് ഓഫ് ടൈം ആണോ? ഇവിടെ നമുക്ക് ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താണ്, ഒരു പാസ്റ്റിലെ ഒരു ടൈമാണ്, പർട്ടിക്കുലർ ആയിട്ടുള്ള ടൈമാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളോട് എന്ത് ഉപയോഗിക്കാവൂ? സിൻസേ ഉപയോഗിക്കാവൂ. നമ്മൾ ഫ്രം എഴുതാൻ നമുക്ക് തോന്നും, ഇങ്ങനെ പ്രസന്റ് പെർഫെക്റ്റ് ആവുന്ന സമയത്ത് നമ്മളവിടെ സിൻസേ എഴുതാൻ പാടുള്ളൂ. ഈ ചൈൽഡ്ഹുഡിന് പകരം ഡ്യൂറേഷൻ, ഒരു പീരീഡ് ഓഫ് ടൈം ആയിരുന്നെങ്കിൽ നമുക്ക് ഫോർ എഴുതാമായിരുന്നു. ഇതൊക്കെ നമ്മൾ ടെൻസ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഇവിടെ സിൻസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് കൺജങ്ഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കുക. ഡാഷ് യു സ്റ്റഡി ഹാർഡ് യു വിൽ ഫെയിൽ ദ എക്സാം ഇതാണ് വന്നിരിക്കുന്നത്. അൺലെസ് ആണോ, ആൾദോ ആണോ, ഇഫ് ആണോ, ബിക്കോസ് ആണോ? നമുക്കറിയാം അൺലെസിൻ്റെ അർത്ഥം എന്താ? അല്ലെങ്കിൽ. അൺലെസ് എന്ന് പറഞ്ഞാൽ ഇഫ് നോട്ടിന് തുല്യമാണ്. ഇഫ് നോട്ട് എന്ന് പറയുന്നത് തുല്യമാണ് അൺലെസ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ, ഇല്ലെങ്കിൽ എന്നൊക്കെയാണ് അൺലെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൾദോ എന്ന് വെച്ചാൽ അതെന്താ? എന്നിരുന്നാലും, ആണെങ്കിലും എന്നാണ്. ഇഫ് എങ്കിൽ, ബിക്കോസ് കാരണത്തെ സൂചിപ്പിക്കുന്നത്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? യു സ്റ്റഡി ഹാർഡ് യു വിൽ ഫെയിൽ ദ എക്സാം എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? നീ നല്ലതുപോലെ പഠിച്ചില്ല എങ്കിൽ നീ എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് തോക്കും, അല്ലേ? നീ നല്ലതുപോലെ പഠിച്ചില്ല എങ്കിൽ നീ എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് തോക്കും, അല്ലേ? അൺലെസ് യു സ്റ്റഡി ഹാർഡ് യു വിൽ ഫെയിൽ ദ എക്സാം. ഓക്കെ, അപ്പം ഇവിടെ വേണ്ടത് എന്തായിരിക്കണം? എ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. ഇതായിരിക്കണം കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ഡാഷ് ഹി വാസ് ടയർഡ് ഹി കണ്ടിന്യൂഡ് വർക്കിംഗ് എന്ന് വെച്ചാൽ ഹി വാസ് ടയർഡ്, അവൻ എന്താണ്? ക്ഷീണിതനായിരുന്നു. ഹി കണ്ടിന്യൂഡ് വർക്കിംഗ്, പക്ഷേ അവൻ എന്ത് ചെയ്തു? വർക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇത് വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകൾ.
വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനയെ സൂചിപ്പിക്കാൻ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ഓൾദോ എന്നോ അല്ലെങ്കിൽ കൺജങ്ഷൻസ് ആയിട്ട് പറയുമ്പോൾ ഓൾദോ, ദോ, യെറ്റ്, ബട്ടൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഓൾദോ ഓൾറെഡി വന്നിട്ടുണ്ട്. ഓൾദോ എപ്പോഴും സെൻറ്റൻസിൻ്റെ തുടക്കത്തിലായിരിക്കും ഉപയോഗിക്കുക. ഓൾദോ ഹി വാസ് ടയർഡ് ഹി കണ്ടിന്യൂഡ് വർക്കിംഗ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഈ പാർട്സ് ഓഫ് സ്പീച്ച് നോക്കുക. ദേ പ്ലേഡ് ഹാപ്പിലി ഇൻ ദ പാർക്ക്. വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഇസ് ഹാപ്പിലി? നമുക്കറിയാം ഹാപ്പിലി എന്തായിരിക്കും? ആഡ്വർബ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതൊന്നും ഒരു എക്സെപ്ഷണൽ റൂൾസ് ആയിട്ട് നിങ്ങൾ ധരിക്കരുത്. ഇത് നമ്മൾ റിവൈസ് ചെയ്യുക. ഈ ഭാഗമൊക്കെ റിവിഷൻ മാത്രമാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. അടുത്ത ചോദ്യം എന്താണ്? വി വിൽ ലീവ് വെൻ ദ റെയിൻ സ്റ്റോപ്സ്. വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഇസ് വെൻ? അതായത് ഈ വെൻ ഇവിടെ എന്തായിട്ടാണ് നിൽക്കുന്നത്? ഈ വെന്നിൻ്റെ പാർട്ട് ഓഫ് സ്പീച്ച് എന്തെന്നാണ് ചോദ്യം. എന്തായിരിക്കും? എന്താണ് വെൻ? നോക്കുക. വി വിൽ ലീവ് എന്ന് പറയുന്നൊരു ക്ലോസിനെയും ദ റെയിൻ സ്റ്റോപ്സ് എന്ന് പറയുന്നൊരു ക്ലോസിനെയോടെ ബന്ധിപ്പിക്കുകയാണ്. അങ്ങനെ രണ്ട് ക്ലോസുകളെ ബന്ധിപ്പിക്കുമ്പോൾ അതിന് നമുക്ക് എന്ത് വിളിക്കാം? കൺജങ്ഷൻസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വെൻ എന്തായിട്ടോ നിൽക്കുന്നത്? കൺജങ്ഷനായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ സിനണിംസ് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗം ഇനി വരികയാണ്. സിനണിംസ് വൊക്കാബുലറിയിലെ പ്രധാനപ്പെട്ട ഭാഗമാണ്. സിനണിംസുമായി ബന്ധപ്പെട്ട് അനണിംസുമായി ബന്ധപ്പെട്ട് മിക്കവാറുള്ള എല്ലാ പരീക്ഷകളിലും ചോദ്യമുണ്ട്. അപ്പോൾ നോക്കുക. സെലക്ട് ദ സിനണിം ഫോർ ഡെട്രിമെൻ്റൽ. ഡെട്രിമെൻ്റൽ എന്ന് പറയുന്ന വാക്കിൻ്റെ സിനണിമാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഡെട്രിമെൻ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹാംഫുൾ എന്നാണ്. ഇതാണ് ഹാംഫുൾ. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ബെനിഫിഷ്യൽ, ഹെൽപ്ഫുൾ, കൺസ്ട്രക്റ്റീവ് എന്നൊക്കെ എഴുതാം. അപ്പോൾ ഡെട്രിമെൻ്റൽ അതിൻ്റെ സിനണിം ഹാംഫുൾ. എടുത്ത വാട്ട് ഇസ് ദ സിനണിം ഫോർ അസ്റ്റൗണ്ട്? അസ്റ്റൗണ്ട് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനണിം എന്താണ്? എന്തായിരിക്കും? അസ്റ്റൗണ്ട് എന്ന് പറയുന്നത് സർപ്രൈസ് ആണ്. അതാണ് സർപ്രൈസ്. അതാണ് അസ്റ്റൗണ്ട്. ഇനി സെലക്ട് ദ സിനണിം ഫോർ ഗ്രിഗേറിയസ്. ഗ്രിഗേറിയസ് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനണിം എന്തായിരിക്കും? ഗ്രിഗേറിയസ് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനണിം സോഷ്യബിൾ എന്നാണ്. അതാണ് സോഷ്യബിൾ. അടുത്ത് നോക്കുക. ആന്റണിംസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക. ചൂസ് ദ ആന്റണിം ഓഫ് വെർബോസ്. വെർബോസ് എന്ന് പറയുന്ന വാക്കിൻ്റെ ആന്റണിം. അപ്പോൾ വെർബോസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അറിയണം. എന്താണ് വെർബോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എക്സസീവ് വേർഡ്സ് വെച്ച് നമ്മൾ കൂടെ അമിതമായ ആവശ്യത്തിലധികം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു കാര്യമൊക്കെ പറയുന്നത് നമ്മൾ വെർബോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ലിമിറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? കൺസൈസ് എന്നുള്ളതാണ്. അതാണ് കൺസൈസ്. ഇതാണ് എൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, വെർബോസിൻ്റെ ഓപ്പോസിറ്റ് കൺസൈസ്. അടുത്ത ഇൻട്രിക്കേറ്റ്. ഇൻട്രിക്കേറ്റിൻ്റെ ആന്റോണിം. ഇൻട്രിക്കേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കോംപ്ലിക്കേറ്റഡ് എന്ന അർത്ഥം. കോംപ്ലക്സ് ആയിട്ടുള്ളത്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊക്കെയാണ് ഇൻട്രിക്കേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്താ പറയാം? സിമ്പിൾ എന്ന് പറയാം. സിമ്പിൾ. നമുക്ക് സിംഗുലർ ആൻഡ് പ്ലൂറലാണ് നോക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ്. നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഹാസ് ആൻ ഇറഗുലർ പ്ലൂറൽ ഫോം? ഈ തന്നിരിക്കുന്നത് ഇറഗുലർ പ്ലൂറൽ ഫോം ഏതാണ്? നമുക്കറിയാം പ്ലൂറൽ ആക്കാൻ നമ്മൾ എസ്ഒ ഇഎസ് ആഡ് ചെയ്താണ് പറയാം. അപ്പോൾ ക്യാറ്റ്, ക്യാറ്റ്സ്, ഡോഗ്, ഡോഗ്സ്, ബുക്ക്, ബുക്സ്. എന്നാൽ ചൈൽഡ്, ചൈൽഡ്സ് നമ്മൾ പറയത്തില്ല, ചിൽഡ്രൻ എന്നേ പറയത്തുള്ളൂ. സോ ഇതാണ് ഇറഗുലർ ആയിട്ടുള്ള പ്ലൂറൽ ഫോം. ഇനി അടുത്ത് നോക്കുക. വാട്ട് ഇസ് ദ പ്ലൂറൽ ഫോം കാക്ടസ്? കാക്ടസിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത് US അവസാനിക്കുന്ന വാക്കുകൾ വരും അല്ലേ? ഇപ്പോൾ ഇതാണ് റേഡിയസ്, അലൂമിനസ് അല്ലേ? കാക്ടസ് എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? US മാറ്റിയിട്ട് ആ സ്ഥാനത്ത് ഐ ചേർത്താൽ മതി. അപ്പോൾ അതിൻ്റെ പ്ലൂറലാവും. അപ്പോൾ കാക്ടി എന്നുള്ളതാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് മസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ ആണ്. നോക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ആൻ എപ്പിസിൻ നൗൺ? എന്താണ് എപ്പിസിനിൻ നൗൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എന്താണ് എപ്പിസിൻ നൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ന്യൂട്രൽ ജെൻഡർ രൂപത്തിൽ നിൽക്കുന്നത്. ഇതാണ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊരു മസ്കുലിനോ അല്ലെങ്കിൽ ഫെമിനിനോ ജെൻഡറോ ഇല്ലാതെ നമ്മൾ പറയുന്ന നൗൺ. അതാണ് എപ്പിസിനിൻ നൗൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഏതായിരിക്കും? നമുക്കറിയാം ക്യൂവിന് മസ്കുലിൻ ജെൻഡർ ഉണ്ട്, ഹസ്ബൻഡിന് ഫെമിനിൻ ജെൻഡർ ഉണ്ട്, ബ്രൈഡിന് ഉണ്ട് മസ്കുലിൻ ജെൻഡർ. ഓക്കെ, അപ്പോൾ ഇവിടെ ജെൻഡർ അങ്ങനെ പ്രത്യേകിച്ച് പറയാത്തത് ചൈൽഡാണ്. നമുക്ക് ആൺകുട്ടിയും പെൺകുട്ടിയും നമുക്ക് ചൈൽഡ് എന്ന് വിളിക്കാം. സോ ഇതാണ് എപ്പീസിനെ നൗൺ പറയുന്നത്. അടുത്ത വാട്ട് ഇസ് ദ ഫെമിനിൻ ഫോം ഓഫ് വിസാഡ്? വിസാഡിൻ്റെ ഫെമിനിൻ ഫോം എന്താണ്? വിച്ച് ആണ്. ഇതാണ് വിച്ച്. അടുത്ത വൺ വേർഡ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക. എ പേഴ്സൺ ഹു ഈസ് എക്സ്ട്രീംലി പാട്രിയോട്ടിക് ഓഫൻ ടു എൻ എക്സസീവ് ഡിഗ്രി. അല്ലേ? ഭയങ്കര രാജ്യസ്നേഹിയായി മാറുക. രാജ്യസ്നേഹം അതെപ്പോഴും എന്തായിരിക്കണം? യുക്തിപരമായിരിക്കണം.
വൈകാരികമാകാൻ പാടില്ല. യുക്തിപരമായിട്ടുള്ള രാജ്യസ്നേഹം എന്ന് വെച്ചാൽ നമ്മൾ രാജ്യസ്നേഹം നമ്മുടെ ദേശത്തോട് സ്നേഹവും ഉണ്ടാകണം. ഒപ്പം തന്നെ മറ്റുള്ള രാജ്യങ്ങളെ അതേപോലെ തന്നെ പരിഗണിക്കുകയും വേണം. ചില ആൾക്കാരുണ്ട്, എൻ്റെ രാജ്യമാണ് ഏറ്റവും വലുത്, മറ്റുള്ളവരൊക്കെ ശത്രുക്കളാണെന്ന് കണ്ടുകൊണ്ട് അമിതമായി ഇത് ചെയ്യുന്നത് അല്ലേ. അപ്പം അങ്ങനെയുള്ള അവസ്ഥയെ, അങ്ങനെയുള്ള ആളിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? നാഷണലിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? ജിങ്കോയിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? പാട്രിയോട്ട് എന്ന് വിളിക്കാൻ പറ്റുമോ? പെസിഫിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ജിങ്കോയിസ്റ്റ് ആണ്. ജിങ്കോയിസ്റ്റ്, ഇതാണ് കറക്റ്റ് ആൻസർ. നാഷണലിസ്റ്റ് നമുക്കറിയാം ദേശീയവാദി, പാട്രിയോട്ട് നമുക്കറിയാം രാജ്യസ്നേഹി, പെസിഫിസ്റ്റ് സമാധാനം എന്താണ് എപ്പോഴും പറഞ്ഞത് സമാധാനത്തോടെ കാര്യങ്ങൾ നീക്കുന്നതാണ് പെസിഫിസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത് എ പേഴ്സൺ ഹു ക്യാൻ എൻജോർ പെയിൻ ഓർ ഹാർഡ്ഷിപ്പ് വിത്തൗട്ട് ഷോയിങ് ദർ ഫീലിങ്സ്. അതായത് ഒരു വ്യക്തി ആ വ്യക്തിൻ്റെയും വേദനയും അല്ലെ പെയിനും ഹാർഡ്ഷിപ്പും ഒക്കെ സഹിക്കുന്ന, എങ്ങനെ അത് പുറത്ത് കാണിക്കുക, അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റോയിക് എന്ന് വിളിക്കാം. അതാണ് സ്റ്റോയിക്സ്. ഇനി അടുത്ത് എ പേഴ്സൺ ഹു കനോട്ട് മേക്ക് എ മിസ്റ്റേക്ക്. തെറ്റ് വരുത്താൻ പറ്റാത്ത ഒരു വ്യക്തിയെ നമുക്കെന്ത് വിളിക്കാം? ഇൻഫാലിബിൾ എന്ന് വിളിക്കാം. ഇതാണ് ഇൻഫാലിബിൾ. അടുത്ത് നോക്കുക, ഇഡിയംസ് ആൻഡ് ഫ്രേസസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക, എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ക്യൂസ് എന്ന് വെച്ചാൽ എന്താണ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ക്യൂസ്? നമുക്കറിയാം എന്താണ്. എ ബാഡ് സിറ്റുവേഷൻ ദാറ്റ് ടേൺസ് ഔട്ട് ടു ബി ഗുഡ്. അതാണ് ബ്ലെസ്സിങ് ഇൻ ഡിസ്ക്യൂസ്. അടുത്തത് എന്താണ്? ബേണിംഗ് ദ നൈറ്റ് ഓയിൽ. PSC പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. എന്തായിരിക്കും? വർക്കിംഗ് ലേറ്റ് ഇൻ ടു ദ നൈറ്റ്. അടുത്തത് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. എന്തായിരിക്കും? ടു ഡിസ്ക്രൈബ് സംതിങ് ആക്യുറേറ്റ്ലി. ഇനി അടുത്തത് നോക്കുമ്പോൾ അണ്ടർ ദ വെതർ. എന്തായിരിക്കും? ഫീലിംഗ് സിക്ക് ഓർ അൺവെൽ. ഇനി നമ്മൾ പോകുന്നത് വേർഡ്സ് ആൻഡ് ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസിലേക്കാണ്. ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് നോക്കുക. സീറ്റ് ഗേസ്റ്റ് ജർമ്മൻ വേർഡാണ്. സീറ്റ് ഗേസ്റ്റ് എന്ന് പറയുന്ന ജർമ്മൻ വേർഡിന്റെ അർത്ഥം എന്താണ്? സ്പിരിറ്റ് ഓഫ് ദ ഏജ് എന്നാണ്. എന്താണ്? സ്പിരിറ്റ് ഓഫ് ദ ഏജ്. ഇനി അടുത്തത് ടെറാ ഫിർമ എന്ന് പറയുന്ന ഇറ്റാലിയൻ ഫ്രേസ്. അതിൻ്റെ അർത്ഥം എന്താണ്? സോളിഡ് ഗ്രൗണ്ട് എന്നാണ്. അതായത് ഡ്രൈ ലാൻഡ് അല്ലെങ്കിൽ സോളിഡ് ഗ്രൗണ്ട്, ഇതാണ് അർത്ഥം. ഇനി അടുത്തത് നോക്കുക, ജോയ് ഡി വിവർ റിഫേഴ്സ് ടു. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? എ സ്റ്റേറ്റ് ഓഫ് ജോയ് ആൻഡ് എക്സൂബറൻസ്. അമിതമായ സന്തോഷവും ഉത്സാഹമൊക്കെ ഉള്ളതിനെ നമ്മൾ ഇങ്ങനെ പറയുന്നു. ഇനി അടുത്തത് എന്താണ്? സെസ്റ്റ് ലവി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? സച്ച് ഈസ് ലൈഫ്. നമ്മൾ പറയത്തില്ലേ ജീവിതം അങ്ങനെയാണ് എന്ന് പറയത്തില്ലേ, അതിനാണ് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത്. ഗ്രാമർ ഭാഗത്ത് നമ്മൾ എക്സെപ്ഷണൽ റൂൾസിലുള്ള കുറേ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. വൊക്കാബുലറി ഭാഗത്ത് PSC സ്ഥിരമായി ചോദിക്കുന്നതും ഒപ്പം തന്നെ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പം എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കേരള PSCയുടെ ഇനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്ക് വേണ്ടിയും നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിനോടകം LDCക്ക് വേണ്ടി ചെയ്ത എല്ലാ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് നമ്മൾ 2-3-4 സീരീസ് ഇതിനോടകം ചെയ്തിട്ടുണ്ട്. LDC വിപ്ലവം, LDC വൊക്കാബുലറി ചലഞ്ച്, LDC 2024 ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതുപോലെ കുറേ LDC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലനേഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്ലേലിസ്റ്റ് താഴെ കൊടുത്തേക്കാം. അതും കൂടെ കണ്ടു നോക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ നിങ്ങളുടേതായിട്ടുള്ള കമൻസും രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അതുപോലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.